സ്നേഹമുള്ളവരെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 20-ാമതൊരു തിരുവചനമുണ്ട്. നിനക്ക് മുൻപേ ഞാൻ എന്റെ ദൂതനെ അയക്കും, ആ ദൂതൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളുകയും ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്നെ എത്തിക്കുകയും ചെയ്യുമെന്ന്. ദൈവത്തിന്റെ ദൂതൻ എപ്പോഴും നിന്റെ മുൻപിൽ ഉണ്ടെന്ന്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താ അറിയോ? അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ കൊർന്നേലിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. കൊർന്നേലിയസ് നിരന്തരം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ കൊർന്നേലിയസിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയും, കൊർന്നേലിയസെ, പത്രോസിനെ ആളയച്ചു വരുത്തുക. പത്രോസ് കടപ്പുറത്ത് തുകൽപ്പണിക്കാരനായ ശിമയോന്റെ വീട്ടിലുണ്ടെന്ന് കൃത്യമായിട്ട് ദൈവത്തിന്റെ ദൂതൻ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയാലും വഴി തെറ്റുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദൂതൻ കൃത്യമായിട്ട് തന്നെ കൊർന്നേലിയസിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് നിനക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്, നിനക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തിന്റെ ദൂതൻ നിന്റെ കൂടെയുണ്ടെന്ന്. ചുമ്മാ കൂടെ ഉണ്ട് അങ്ങനെയല്ല, സകലതിലും നിന്നെ കാത്തുകൊള്ളുകയും നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും. ആ ദൈവം നീ ആഗ്രഹിക്കുന്ന എത്തിക്കേണ്ടടുത്ത് നിന്നെ എത്തിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ദൈവത്തിന്റെ ദൂതൻ നിന്റെ കൂടെയുണ്ട്. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക, കൊർന്നേലിയസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ആ ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ.